ബി.ജെ.പിയും ആർ.എസ്.എസും ഇത് നേരത്തെ ആരംഭിച്ചതാണ്. കേരളത്തിൽ മാത്രമാണ് നടക്കാതിരുന്നത്. കേരളത്തിന് പുറത്ത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും നടപ്പാക്കി കഴിഞ്ഞിരുന്നു ഇക്കാര്യം. എന്താണ് കാര്യമെന്നല്ലേ പറയാം. അതിനു മുമ്പ് നമുക്ക് കെ.എം. ഷാജി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. PMAY പോലെയുള്ള കാര്യത്തിൽ ഇവിടെ കോഴിക്കോടിൻ്റെ കൗൺസിലർ പ്രതിപക്ഷ നേതാവൊക്കെ ഉണ്ട്. അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നോട് നഗരങ്ങൾക്ക് കിട്ടുന്ന PMAY ഇല്ല, അതിന് പറഞ്ഞൊരു എംബ്ലം വീടുകളിൽ വെക്കുന്നതാണ്. അങ്ങനെ ഒരു എംബ്ലം വീടുകളിൽ വെക്കുന്നതിൻ്റെ പേരിൽ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കേണ്ട ഒരു പൈസ തടയേണ്ട കാര്യമൊന്നുമില്ല. PMശ്രീയിലെ കാര്യം അതല്ല. PMശ്രീ ഒരു ഐഡിയോളജിക്കൽ പ്രശ്നമാണ്. ഞങ്ങളതിനെ എതിർത്തവും നിലപാട് സ്വീകരിച്ചൊക്കെ അതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ആ സമിതിയൊക്കെ വെച്ച് ഞങ്ങൾ പരിശോധിക്കുന്നത്. അതേസമയത്ത് സാധാരണക്കാരന് കിട്ടുന്നത് ഇപ്പം ബഹുമാനപ്പെട്ട കേരളത്തിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഒരു ആനുകൂല്യം കൊടുത്താൽ അത് CPM കൊടുക്കുന്ന ആനുകൂല്യമല്ല. ഇപ്പോഴാണെങ്കിൽ VD സതീശൻ മുഖ്യമന്ത്രി കൊടുക്കുന്നത് അദ്ദേഹം കൊടുക്കുന്ന കോൺഗ്രസിൻ്റെ ആനുകൂല്യമല്ലല്ലോ. അതുപോലെ തന്നെയാണ് കേന്ദ്രത്തിൽ നിന്നും. അന്ന് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തും അത്തരത്തിൽ പല പേരുകളിൽ ഇന്ദിരാ ആവാസ് യോജന എന്നൊക്കെ പറയുന്ന പദ്ധതികൾക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പോഴും വരുന്നുണ്ടെന്ന് കരുതിയിട്ട് അതിനെ തടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റുമായി അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിബേറ്റിലേക്ക് ഞങ്ങൾ എന്തായാലും പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇതാണ് പ്രശ്നം. 5,783 വീടുകളാണ് കേരളത്തിൽ പിണറായി സർക്കാർ ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മിച്ചത്. ഇതിൽ കേന്ദ്ര വിഹിതമുണ്ട്. കേന്ദ്ര വിഹിതം സംസ്ഥാനത്തിന് നൽകിയില്ല എന്നത് മറ്റൊരു വിഷയം. അന്ന് തന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞുകൊണ്ടേയിരുന്നു എല്ലാ വീടുകൾക്ക് മുന്നിലും നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെക്കണം. എന്നാൽ സംസ്ഥാന സർക്കാർ പറഞ്ഞു പറ്റില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അക്കാര്യം ആവർത്തിച്ച് പറഞ്ഞിരുന്നു 2 ഘട്ടങ്ങളിൽ. കേൾക്കാം. തർക്കമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ ലൈഫിൻ്റെ ഭാഗമായിട്ട് ഏറിയ തോതിൽ കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നത് 1,500 രൂപയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനകത്ത് 2,500 രൂപ അല്ല 1,50,000 രൂപ 2,50,000 കൊടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. അവർ പറഞ്ഞത് നിങ്ങളൊരു ലോഗോ വെക്കണം. ആ ലോഗോയിൽ ഫോട്ടോ കാര്യമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് ശരിയല്ല. ആ വീട് അവരതാണ്. അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നും അതിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷെ അവർ നിർബന്ധിച്ചു നിന്നു. അവസാനം ഒരു ഘട്ടത്തിൽ അതിൻ്റെ ബന്ധപ്പെട്ട മന്ത്രിയുമായിട്ട് സംസാരിക്കാനിടയായി. അപ്പോൾ തീർത്ത് പറഞ്ഞു അത് അങ്ങനെ ഒരു കാര്യം ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ സഹായം തരാൻ പറ്റില്ല എന്നൊരു സഹായം തന്നില്ലെങ്കിൽ വേണ്ട ഞങ്ങൾ വെക്കും, ഞങ്ങൾ ഏതായാലും ഈ കാര്യം ചെയ്യില്ല എന്നിപ്പോൾ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. അവരാണ് പുനരാലോചിക്കേണ്ടത്. പുനരാലോചിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു ന്യായവും അതിനില്ല. ഇതിൻ്റെ പണം ചെലവിടുന്ന കാര്യം മാത്രമല്ല, ഈ ആളുകളുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന ഒരു ബോർഡ് അതിൻ്റെ മുമ്പിൽ വെച്ച് ഇതാരോ കൊടുത്തൊരു വീടാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് സംസ്ഥാനം കാണുന്നത്. കേന്ദ്രം ഒരു നിർദ്ദേശവുമായി മുന്നോട്ട് വന്നു. ലൈഫിൻ്റെ ഭാഗമായുള്ള വീടുകൾ പൂർത്തിയായാൽ ആ വീടിൻ്റെ മുന്നിൽ ഒരു ലോഗോ വെക്കണം. ആ ലോഗോയിൽ ചിലരുടെ ഫോട്ടോ, ചില കാര്യങ്ങൾ എഴുതി വെക്കൽ, ഇതൊക്കെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇപ്പോൾ ഇത്ര ലക്ഷം വീടുകൾ കേരളത്തിൽ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഒരു വീടിൻ്റെ മുന്നിലും ഒരു ലോഗോയും ഒരാളുടെ ഫോട്ടോയും വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഈ വീടുകളിൽ ഒരു തരത്തിലുള്ള ലോഗോയും വെക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവരുടെ ആത്മാഭിമാനത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. അവിടെ താമസിക്കുന്നവരുടെ ആത്മാഭിമാനത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. അവിടെ താമസിക്കുന്നവർ അവരുടെ സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത്. അവർ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഇതാരോ നൽകിയതാണ് എന്ന തരത്തിലൊരു അടയാളം വീട്ടിന് മുന്നിൽ വെക്കുന്നത് അവരുടേതല്ല ആ വീട് എന്ന സന്ദേശമാണ് നൽകുക. ഞങ്ങളതിനില്ല. അത്തരമൊരു പദ്ധതിയുമായി യോജിക്കാനാവില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇതൊരു പദ്ധതിയുടെ ഭാഗമാണ്, ഇത് വെക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ
പണം തുറന്നു തന്നില്ല എന്ന് വരും. 75,000 രൂപ തന്നാൽ 3,4 ലക്ഷം രൂപ സംസ്ഥാനമാണ് വഹിക്കുന്നത്. 1.5 ലക്ഷം രൂപ തന്നാൽ 2 ലക്ഷം രൂപ സംസ്ഥാനമാണ് വഹിക്കുന്നത്. ആ വീട് കേന്ദ്ര പദ്ധതിയുടെ ഭാഗമാണെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഭാഗമാണ് കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായുള്ള പണം. അപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞു, പണം തരണോ തരണ്ടേ, പദ്ധതി തുറന്ന് അനുവദിക്കണോ അനുവദിക്കണ്ടേ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. ഞങ്ങൾ ഇവിടെ താമസിക്കുന്നവരുടെ ആത്മാഭിമാനത്തെ ഗുണപ്പെടുത്താൻ തയ്യാറല്ല. അത് ഒന്ന് ഒരു പൊതുയോഗമാണ്, രണ്ടാമത്തേത് ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖമാണ്. കൃത്യം നിലപാടാണ്. ആ നിലപാടിൽ നിന്നാണ് UDF സർക്കാർ പുറകോട്ട് പോകുന്നത്, മുസ്ലിം ലീഗിൻ്റെ മന്ത്രി പുറകോട്ട് പോകുന്നത്. എന്തൊരു നാണം കെട്ട അവസ്ഥയാണ് എന്ന് നോക്കൂ.